ഒറ്റപ്പെടൽ. മഴ ചെറുതായി ചാറിക്കൊണ്ടിരുന്നു. വേനൽ മഴയാണെങ്കിലും ചൂടിന് നല്ല ആശ്വാസം കിട്ടി. ആകാശം അപ്പോഴും മേഘാവൃതമായിരുന്നു. ചാറിയ മഴയിലൂടെ മുറ്റത്ത് നിന്നിരുന്ന മാവിന്റെ ഇലകളിലൂടെ ജലകണങ്ങൾ ഇറ്റി വീഴുന്നത് നോക്കി വീരമണി അങ്ങനെ ഇരുന്നപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു മാങ്ങ വന്നു വീണത്. അതിലേക്ക് നോക്കിയപ്പോൾ മാങ്ങ പകുതി കടിച്ചതായി കണ്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു അണ്ണാൻ ഇപ്പത്തരാം എന്ന് ശബ്ദമുണ്ടാക്കി വേറൊരു കൊമ്പിലേക്ക് ചാടിപ്പോകുന്നു. വീരമണി ആലോചിക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ മാങ്ങ പറിക്കാൻ പോയതും മാങ്ങ എറിഞ്ഞിടുന്നതും മറ്റും. അന്ന് മാങ്ങ ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ പറമ്പുകളിലേക്ക് പോയി എറിഞ്ഞിടണമായിരുന്നു. എല്ലാവരും കൊതിയോടെ കഴിച്ചിരുന്ന കാലം. പച്ചമാങ്ങ ഉപ്പും കൂട്ടി അയൽവക്കത്തെ ചേച്ചിമാരുടെ കൂടെ കഴിച്ചിരുന്നതും എല്ലാം മനസ്സിൽ ഓടിയെത്തി. താനിരുന്ന ചാരുകസരയുടെ അരികിൽ ബുഷ് വന്നിരുന്നു. ബുഷ് വീട്ടിലെ ജർമ്മൻ ഷെപ്പേർഡാണ്. പണ്ടുകാലത്ത് അധികമാരും പട്ടികളെ വീട്ടിൽ കയറ്റിയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. പുറത്തുണ്ടാക്കിയിരുന്ന പട്ടിക്കൂട് അപ്രത്യക്ഷമായി തുടങ്ങി. പട്ടികളെ സ്വന്തം മക്കളെ പോലെ വളർത്തണമെന്നാണ് പറയുന്നത്. ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്. മൃഗസ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. വീട്ടിലെ ആരെങ്കിലും പുറത്തുപോയി വരുമ്പോൾ അവർ കാണിക്കുന്ന ചേഷ്ടകളുണ്ടല്ലോ. സ്നേഹിക്കാൻ ആരും അവരെ സ്നേഹിച്ചു പോകും. നന്ദി കാണിക്കാൻ പട്ടികളെ കഴിഞ്ഞ മനുഷ്യരുണ്ടാവുകയുള്ളെന്ന് തോന്നുന്നു. ഭാര്യ ഒരു പ്ലേറ്റിൽ മാങ്ങ പൊളിയതുമായി വന്ന് വിളിച്ചപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത്. മാമ്പഴ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയതാണ്, കഴിച്ചു നോക്കിയേ. ഭാര്യയുടെ സൽക്കാരം ഏറ്റുവാങ്ങി കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം. ഇനി മതി. ഷുഗറിന്റെ മരുന്ന് 2 നേരം വെച്ച് കഴിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഡോസ് കൂട്ടുവാൻ കഴിയില്ല. പിന്നെ ഇഞ്ചക്ഷനാണ് വേണ്ടി വരിക. ഗൾഫിൽ വെച്ച് പണ്ട് വർഗീസ് ചേട്ടൻ ഒപ്പം താമസിച്ചിരുന്നു. അദ്ദേഹം സൂചി കൊണ്ട് കുത്തിവെക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ട്. മഴ മാറി വെയിലുദിച്ചു. ഇനി പുറത്തിരുന്നാൽ ശരിയാവുകയില്ല എന്നറിയുന്നത് കൊണ്ട് പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ജീവിതം അങ്ങനെയാണ്. ഒരു നാൾ എല്ലാവരും ഇതൊക്കെ അനുഭവിക്കണം. പതുക്കെ നടന്ന് കിടപ്പുമുറിയിൽ പോയി തൻ്റെ ബെഡിൽ കയറി കാല് നീട്ടി വെച്ച് കിടന്നു. AC ഇടാറില്ല. അലർജിയുണ്ട്. ഫാൻ റിമോട്ടിൽ സ്റ്റാർട്ടാക്കി ആ കാറ്റിൽ സുഖമായി കിടന്നു. കൂടുതൽ സുഖസൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്തോ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ലേ? താങ്ക് യു. പുതിയൊരു കഥയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.